ഞാൻ സുശേഷൻ കെ അബ്രഹാം. നിങ്ങൾ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഒരു ചെറിയ വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് വീണ്ടും എത്തുകയാണ്. ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ നിങ്ങളിത് കേൾക്കുന്നത് ഒരു തിരക്കിനിടയിലാകാം. ചിലപ്പോൾ നിങ്ങൾ ശാരീരികം അസ്വസ്ഥയുള്ള വ്യക്തിയായി ഒരു വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കാണുന്നത്. ഒരുപക്ഷെ അതൊന്നും ആയിരിക്കില്ല. നിങ്ങളൊരു കട്ടിലിൽ ബെഡ് റിഡനായി രോഗിയായി കിടന്നുകൊണ്ടാകാം. കയ്യിലൊരു കൊച്ചു മൊബൈലിനകത്ത് വേഗത്തിൽ നടന്നു പോകുന്നതിനിടയിൽ നിങ്ങളുടെ തിരക്കുകളുടെ ഇടയിലാകാം. പക്ഷേ ഈ ചിന്ത നിങ്ങളെ ഉണർത്തും, നിങ്ങളുടെ ഹൃദയത്തെ തട്ടി ഉണർത്തും. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളെല്ലാം ദൈവത്തോട് സങ്കടങ്ങൾ മാത്രമേ പറയാറുള്ളൂ, ശരിയല്ലേ? ചിലപ്പോൾ പറയുന്ന കരഞ്ഞുകൊണ്ടായിരിക്കും. നല്ലൊരു ശതമാനം പേര് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴെല്ലാം കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഞാൻ ഈ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം. നിങ്ങളുടെ സന്തോഷങ്ങൾ പങ്കിടാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചേ. ഇതൊരു യുണീക്കായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുള്ളതെല്ലാം ഇന്നാർക്ക് സുഖമില്ല, ഇന്നാർക്ക് വിഷമമാണ്, ഇന്ന പ്രശ്നമുണ്ട് ദൈവമേ, ഇന്ന കാര്യങ്ങൾക്ക് ഇതുവരെ മറുപടി കിട്ടിയില്ല, ഞാൻ നമ്മൾ പറയുന്നതെല്ലാം നമ്മുടെ സങ്കടങ്ങളുടെ ഒരു ലിസ്റ്റാണ്. ഞാൻ ചോദിക്കുന്നത്, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ പങ്കിടാൻ, ദൈവമേ ഞാനിപ്പോൾ സുഖമായിരിക്കുന്നു, എനിക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ വണ്ടി ഓടിച്ച് അപകടമൊന്നും ഉണ്ടായില്ല, എല്ലാം നന്നായിരുന്നു, അങ്ങനെയൊക്കെ നിങ്ങളുടെ സുഖങ്ങൾ പങ്കിടാൻ എപ്പോഴെങ്കിലും നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ടോ? എന്താ, നിങ്ങളെ കരയാൻ മാത്രം പഠിപ്പിച്ച ദൈവമാണോ ദൈവം? നിങ്ങളെ ചിരിക്കാൻ പഠിപ്പിച്ച ആരാ? നിങ്ങളെ അലറാൻ മാത്രമേ ദൈവം പഠിപ്പിച്ചുള്ളൂ? കണ്ണുനീര് തൂകാൻ മാത്രമേ പഠിപ്പിച്ചുള്ളൂ? പക്ഷേ നിങ്ങൾ ചിരിക്കുമല്ലോ. നിങ്ങളുടെ സുഹൃത്തിൻ്റെ മുമ്പിൽ പോയി ചിരിക്കും, നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ പൊട്ടിച്ചിരിക്കും. നിങ്ങൾക്ക് മറ്റുള്ളവിടത്തെല്ലാം ചിരിക്കാനറിയാം, ദൈവത്തിൻ്റെ മുമ്പിൽ കരയാൻ മാത്രമേ അറിയത്തുള്ളൂ. എന്താ, നമ്മുടെ സ്വർഗത്തിലെ അപ്പനല്ലേ? നമുക്ക് ദുഃഖങ്ങൾ മാത്രമല്ല, നമ്മുടെ സന്തോഷങ്ങളും കൂടെ ദൈവത്തോട് പങ്കിടാനെന്ന് പഠിക്കുക. അപ്പോൾ നമ്മൾ നന്ദിയുള്ളവരായിത്തീരും. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഈ ചിന്ത എന്നെ പഠിപ്പിച്ചത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. എന്നിട്ട് പുള്ളി സന്തോഷങ്ങൾ പങ്കിടുക. അവൻ എന്നെ അകൃത്യത്തിൽ നിന്ന് വിടുവിച്ചു, എൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കി, എൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തു. അവൻ ദയയും കരുണയും എന്നെ അണിയിച്ചു. നോക്കിയേ, എനിക്ക് ഇന്നതില്ല എന്നല്ല, എനിക്കെന്തൊക്കെ തന്നു, എനിക്കെന്തൊക്കെ കിട്ടി, എന്നെ എങ്ങനെയൊക്കെ നടത്തി. നമുക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്യാം, ഒന്ന് വ്യത്യാസപ്പെടുത്തി. സങ്കടങ്ങൾ പറയേണ്ടതാണോ ഞാൻ പറഞ്ഞത്? അല്ല, സങ്കടങ്ങൾ പറയണം, എന്നാൽ അതുപോലെ തന്നെ സന്തോഷങ്ങളും കൂടെ പങ്കിടണം. കാരണം ആ ദൈവം നമ്മുടെ സ്വർഗത്തിലെ അപ്പനാണ്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും. ആ സ്നേഹം നമുക്ക് ഒരുമിച്ച് പങ്കിടാം. God bless you. God bless you.